ജസ്റ്റ് ഇത് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിന്ന് ബാക്കി പനി കയറുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഒരു പുതിയ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഇപ്പം വൈകുന്നേരമായി അല്ലേ, 3:30. ഇന്ന് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി. കാരണം നമ്മൾ ചെറിയൊരു വണ്ടി എടുത്തു. നമ്മൾ ഓട്ടോഷോ ഓൾറെഡി ഇവിടെ കിടക്കുന്നത്. നമ്മൾ ചെറിയൊരു 800 എടുത്തു. സോ ഞങ്ങൾ ഗ്യാങ്ങൊക്കെ ചെറിയൊരു വണ്ടി വേണം. പിന്നെ പഠിച്ച് നല്ലോണം ഒന്ന് കൈ വയ്ക്കാനും പിന്നെ ചെറുതായിട്ടൊന്ന് പണിയാനും പറ്റിയ വണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു വണ്ടി എടുത്താണ്. ഇതാണ് വണ്ടി, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓട്ടോഷോ ഇവിടെ ഉണ്ട്. ഇതിനിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പം കാർപ്പറ്റർക്ക് എണ്ണത്തില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ബാറ്ററി പെട്ടി ഇപ്പോൾ തൽക്കാലത്തിനില്ല. അപ്പോൾ നമുക്ക് കാർപ്പറ്റർ എഞ്ചിനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം എൻ്റെ ഓട്ടോഷീത്തെ എൻ്റെ ഓട്ടോയിലെ ഇതെടുക്കണം. ബാറ്ററി എടുത്തിട്ട് ഇത് സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ ആസിഫിൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. ഇല്ല ചൂടൊന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്ത് ഡയറക്റ്റ് കൊടുത്തേക്കാണ്. പിന്നെ ഇത് സാധാരണ പണിതാൽ മതി. ജസ്റ്റ് ചണ്ടി ഒടിക്കുന്നുണ്ട്. അവന്ന് ക്ലീൻ ആക്കിയിട്ട് അതും റെഡിയാണ്. വേറെ പ്രശ്നം സ്റ്റാർട്ടിങ് ഒക്കെ ഇട്ടിട്ട് സെൽഫൊക്കെ ഓക്കെയാണ്. ബാറ്ററി പെട്ടി ഇല്ല എന്നുള്ളൊരു വേറെ മൈനസും ഉണ്ട്. പിന്നെ ഇതിന് റിന്യൂവലൊക്കെ എടുക്കണം, പേപ്പറൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പറ്റാണ്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. അല്ലെങ്കിൽ കൈകാനും ഉണ്ട്. നമുക്ക് ഇതെല്ലാം പൈപ്പ് ഇതൊന്നും ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് വണ്ടി കൈകാണ്ട്. ഇതിങ്ങനെ നിർത്തിയിട്ട് വണ്ടിയായിരുന്നു കേട്ടോ. 800 ഉള്ളൊക്കെ പഴയ വണ്ടി കമ്പനീൻ്റെ ടൈപ്പ് ആണ്. ഓക്കെ, സീറ്റാണ്. ഇതൊക്കെ ചെയ്യാണ്ട് പ്ലാറ്റ്ഫോമിൽ വലിയ കുഴപ്പം. ഞാൻ അടി നോക്കി. പിന്നെ കുറച്ച് ചെയ്യാണ്ടാവും. ചെറിയ പൈസ കിട്ടേണ്ടതാണോ, പൈസ ഉണ്ടായിട്ടൊന്നും എടുത്തില്ല. പിന്നെ നമുക്കൊരായിരം. ഇതിൻ്റെ ചാവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പണ്ടത്തെ മാരുതി എന്ന് പറഞ്ഞാണ്ട്. ഓക്കെ അല്ല? അപ്പോൾ ഓക്കെ, ഡണ്ണാണ്. പിന്നെ ഇപ്പം എന്താ, അപ്പം ഇനി ഇതൊന്ന് അതിൻ്റെ ബാറ്ററി ഊരിക്കാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററി ഊരിക്ക് വെച്ചു. നമുക്ക് ജസ്റ്റ് ടാങ്ക് എണ്ണ കടിച്ചു. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കാം. ഇവിടെ ഇങ്ങോട്ടാണ് ചാവി ഇട്ടു. ഇൻഡിക്കേറ്റർ സെൻസർ കത്തി. ചോക്കൊന്ന് വലിച്ചേക്കാം. എണ്ണ കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ചെയ്യണു. ഒരു ആസിഫിൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, ഡണ്ണല്ലേ? അപ്പം അതാണ് വണ്ടി. ഞാനില്ലേ പണിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മുടെ പർപ്പസുകളൊക്കെ നടക്കുന്നതാണ്. നല്ല എന്താ അധികം എന്നാൽ തീരുന്നതിന് മുന്നേ കയറിക്കോക്കെ. ഇപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കണ്ടാണ് കാണിച്ചത് കേട്ടോ. എന്ത് ചൂടാ. വണ്ടി എത്തി നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ. ഇവിടെ ശ്രീകുട്ടൻ ആസിഫ് കേൾക്കാനുള്ള പരിപാടിയിൽ ഞങ്ങളിവിടെ കേൾക്കാനുള്ള പരിപാടി സെറ്റാക്കി കൊണ്ടിരിക്കുന്നു. കേൾക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേൾക്കുകയാണെങ്കിൽ വണ്ടി വ്യക്തമായിട്ടുള്ള കാണിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടി. ഒരച്ച മുഞ്ഞാഞ്ഞോ ഇതാ ഒരു ഹായ് പറയൂ. ഹായ്. ഓക്കെ, ഡൺ. വണ്ടി നേരത്തെ എടുത്തിട്ടാണ്. നേരത്തെ ചെയ്യാം. താങ്ക് യു. ആത്മാർത്ഥത തന്നെ ആളെ കാണിച്ചത്. നിലം കഴിക്കണ്ട അതിൻ്റെ ഇടയില് പല്ലൊക്കെ കഴിക്കണ്ടേ. അത് പിടിച്ച് നടന്നോ? അത് പിടിച്ചടക്കും, പൈപ്പ് പിടിച്ചടക്കും. അത് കണ്ട അത് പുള്ളി ഞാനാ കഴിക്കുന്നത്. വ്ളോഗിലുണ്ടല്ലോ ഇപ്പോൾ. നല്ല കൂട്ടിലടി. എന്ത് സർബത്താ?
ഇതാണ് വണ്ടി. മൂത്രത്തിൽ വൈപ്പിട്ടായിരുന്നു ഇത്. മൂത്രത്തിൽ വൈപ്പിട്ടത് ക്ലീനാക്കി. ഇപ്പൊ ദാണ്ടത് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇപ്പൊ തൽക്കാലൊക്കെ ഇത് മതി, കാരണം ഞങ്ങൾ ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കണല്ലോ. അങ്ങനെ ഇരുന്ന് അഞ്ചാളൊരു വയനാടൊക്കെ അടിച്ച് എന്താ ചെയ്യല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഓട്ടോഷമ ചെറിയ ചെറിയ പണികളുണ്ട്. ഓക്കെ, നമുക്ക് പോയി കളയാം, മതി. അപ്പോൾ കേസ് നമ്മൾ കേക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി മേൽ ഓട്ടോഷായിട്ട് വന്നുകൊണ്ട് ഓട്ടോഷമ ചെറിയൊരു സ്റ്റിക്കർ വർക്കുണ്ട്, ചെറുത് കുഞ്ഞി. അപ്പോൾ സ്റ്റിക്കർ വർക്ക് ആണെന്നാണ് കേട്ടോ. അപ്പം ചെറിയ സ്റ്റിക്കർ വർക്ക് ചെയ്യാണ്ട് ആ സ്റ്റിക്കർ വർക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെയ്യാം, ഏതാ ആ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങൾ റെഡി ഗൈസ്. ഇവിടെ ഇങ്ങനെ ചെറുതാക്കിയൊരു സാധനം അടിക്കും, ഞങ്ങൾ കാണിച്ചുതരാം. ഞാൻ അറിയുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ എത്രാമത്തെ തൊട്ടാണ് അടിക്കുന്നത്? ഇവിടെ അടിക്കും. ഇതാവുന്നില്ല, ഇത് വേറെ സാധനം. അത് അതിനെ മാറ്റാനും പോണില്ല, ഒന്നും ചെയ്യാൻ പോകില്ല. ആ സാധനം കണ്ടോ, കണ്ടായി നിട്ടു കേട്ടോ. ട്രാൻസിഷൻ ഇപ്പം എങ്ങനെയാണോ നെറ്റാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ മുമ്പിൽ കുറച്ച് വർക്കുണ്ട്, കുറച്ച് ബിസിയാണ്. എന്തായാലും അടിച്ചിട്ടേ പോകണുള്ളൂ, പോരാ. നമ്മളത് അടിക്കും, ഇത് അടിച്ചിട്ട് നമ്മളിന്ന് ബാക്കി പെരി കയറുന്നുള്ളൂ. നമുക്ക് അടുത്ത സ്റ്റിക്കർ വർക്കിൻ്റെ അടി പോയി നോക്കാം. അല്ല, മൂപ്പർക്ക് ആളിലുണ്ടല്ലോ, മൂപ്പരെ പ്രശ്നമല്ല. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റും പാളി. മൂന്നാമത്തെ അറ്റംപ്റ്റ്, ഇത് ലാസ്റ്റ് ടൈം ഫൈനൽ ആവാം മേ ബി. പക്ഷേ നമ്മൾ അടിച്ചിട്ടേ പോകണുള്ളൂ, വേറെ കാര്യം അറിയാം. കുറച്ച് സൈഡ് കേൾക്കണം, അതിലാണ് കുറച്ചൊന്ന് അടിക്ക് വയ്ക്കുക. ഓക്കെ, ഡൻ. ആ മതി, ഡൻ. ഗൈസ്, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, നിങ്ങൾ കണ്ടു കാണും, അത്ര തന്നെ ഉള്ളൂ. കാരണം ഒന്നും പറയില്ല, പറയാൻ കുറേ പറയാനുണ്ടല്ലോ. ഏത് അല്ല, അപ്പം ശരി, എന്തായാലും ഞങ്ങളൊരു ചായ കുടിക്കാനും അല്ല ചൂടാ ഡ്രോമ ഞങ്ങൾ പോട്ടെ. ഒരു ചായ കുടിച്ചാണ് നമുക്കൊരു ചായ കുടിക്കും. ഓക്കെ, ചായ കുടിക്കാൻ ജിമ്മിലൊക്കെ ഒന്ന് പോകണം. ഞങ്ങളിവിടെ താത്താൻ്റെ ചായക്കട, പക്ഷെ പൈമൻ അങ്ങനത്തെ ലേബലൊന്നുമില്ല. ഒരു താത്തണ്ടാവില്ലേ രാത്രിയൊക്കെ അവിടെ നല്ല കടികളുണ്ടാവും. പക്ഷെ ഇന്ന് പയമ്പരി എന്താടാ ഉണ്ടാവും, നമ്മൾ മോശം കടയെ കടി ഇല്ല, എല്ലാവർക്കും വേങ്ങത്തില്ല. പിന്നെ ഇവിടെ അതിന് മൈനസ് പോടാ വെറുതെ കൂട്ടി വെക്കാലോ. ചിക്കൻ കറി നല്ല കടികളുണ്ടാവും, ചിക്കൻ കറിക്കാണെങ്കിൽ ഓക്കെ. അപ്പം ചായ കുടിച്ചു. ഇതൊരു ചെറിയ തട്ടിക്കൂട്ടാണ്, നിങ്ങൾക്ക് പറയാം. എന്ന് നമ്മൾ തട്ടിക്കൂട്ടാണ്, നമ്മളെ ലൈഫിൻ്റെ ഒരു തട്ടിക്കൂട്ടാണല്ലോ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് നമ്മൾ തട്ടിക്കൂട്ടാണെന്ന് എഴുതി പിന്നെ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? എല്ലാവരും ഉഷാറായിരിക്കാം, ചായ കുടിക്കും. ശരി, എല്ലാവരും സർവേ ചെയ്ത് 70 ചായയും കടി, കോടികളുടെ ബിസിനസ്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ പോട്ടെ. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വെള്ളയൊക്കെ പിന്നെ കഴിഞ്ഞില്ലേ? ഓ പീസ്.